ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ അമ്മയും നമ്മളൊരു റിലേറ്റീവും കൂടിയിട്ട് നമ്മൾ മൂകാംബിക അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം ഇപ്പം സമയം എന്ന് പറയുന്നത് 12:15 അപ്പൊ നമ്മൾ റെഡി ആയിട്ട് നിന്നു. സാധനമെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ അലങ്കോലായിരിക്കും. അമ്മേനെ ഒരു പാക്കാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പോകുന്നത് പെരുമ്പേ ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോ വരാനായിട്ടുണ്ട്. ഏകദേശം ഈ സമയമാകുമ്പോൾ എത്തും. 12:45 ബസ് എന്നാ പറഞ്ഞേ. പക്ഷെ ആ സമയത്ത് തന്നെ എത്തണമെന്നൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കീഞ്ഞെല്ലാം റെഡിയായി നിന്നിട്ടുണ്ട്. പിന്നെ പാർട്ട് 1 ആയിട്ട് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് പോകുന്നതും ആടെ എത്തുന്നതും ആടെ നിന്ന് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ള കാര്യമെല്ലാം കൂടി പാർട്ട് 1 ആക്കി ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പാണ് റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ ആവുന്നത്. കാരണം നമ്മൾ എന്തെല്ലോ മനസ്സിൽ വിചാരിച്ചിട്ട് പോകും, പക്ഷെ അതൊന്നും നടക്കണമെന്നില്ല. ആടെ എത്തിയിട്ടില്ല എന്നെങ്കിലും ആയിരിക്കും നടക്കുക. അപ്പൊ നമുക്ക് ആ ഫ്ലോനനുസരിച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ വണ്ടി വന്നിട്ട് അമ്മ കാണാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഓട്ടോ വേഗം തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 3 കൂടിയാണ് പോകുന്നത്. പോകുമ്പോൾ എന്തെല്ലോ കോമഡിയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് പോയിന്ന്. നാട്ടുകാർ മൊത്തം ഉറങ്ങിയിട്ടില്ലത്. അപ്പം ഞാൻ പറയുന്നത് ആ സമയത്ത് വണ്ടി ഓടിച്ച് പഠിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ആരും റോട്ടിലില്ലാന്ന്. ഇത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ എത്തിയപാടന്നെ ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് അങ്ങോട്ട് വിചാരിക്കുന്നുണ്ട് ജാങ്കോ ഞാൻ പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് അങ്ങോട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായി അനങ്ങിക്കൊണ്ടിരിക്കണം എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ. അപ്പം ഞാൻ ബസ് പോകുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമെല്ലാം പൊട്ടിച്ച് തിന്നുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ബസ് വരുന്നതേ കാണുന്നില്ല. പിന്നെ ഞാൻ ബസ്സിന് കാത്തുക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ ഇരുന്ന് തിന്നു. ബസ്സിന് തിന്നാൻ വേണ്ടി മേടിച്ച സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ് ബസ് കയറിയതും പൊലന്നതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കണ്ണിങ്ങനെ ചിമ്മി പോവുകയെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോൾ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. അപ്പം മൂകാംബിക ബസ് സ്റ്റാൻഡിലാണ് നമ്മളെ കീച്ചത്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ മത്തായിക്കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് പോവുകയെന്ന് റൂമിലേക്ക്. അപ്പം എൻ്റെ ബാഗിൻ്റെ കനവും അതാണെങ്കിൽ ഒരു ചക്ക പോലത്തെ ബാഗും അമ്മേൻ്റെ എൻ്റെ എല്ലാം കൂടി ഡ്രസ്സ് അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഉറപ്പില്ല എന്നിട്ട് താറി നടക്കുകയെന്ന്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ റൂമിൽ വന്ന് കുളിച്ച് റെഡി ആയിട്ടാകുമ്പോൾ പോവുകയെന്ന്. ഈ കുപ്പായം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഗൗൺ ഉണ്ടായിനി 10ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ ഗൗൺ ഇപ്പം കയറുന്നില്ല ഗൈസ്. നമ്മൾ വലുതാകുമ്പോൾ തോറും നമ്മളെ സൈസും വലുതായി വരുമായിരുന്നു. അപ്പോൾ കുപ്പായം കയറാത്തതുകൊണ്ട് ഞാൻ ആ ഗൗണിൻ്റെ മേലത്തെ ഭാഗം മാറ്റിയിട്ട് താഴെ പാവാട മാത്രം അടിച്ചിട്ട് പിന്നെ റെഡി ടു വെയർ ബ്ലൗസും ഷാളും മേടിച്ചിട്ട് ഇട്ടതാണ്. അപ്പം അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഷോയെല്ലാം കളിച്ചുകൊണ്ട് പോവുകയെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞു രാവിലെ ചായ കുടിക്കാൻ പറ്റില്ല, അമ്പലത്തിൽ പോയി തോന്നിട്ടാകുമ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയെന്ന്. എനക്കാണെങ്കിൽ കരച്ചിലും എന്തെല്ലോ വരുന്നത്. കാരണം രാത്രി ആണെങ്കിൽ ഫുൾ ഉറക്കുകയും അങ്ങനെല്ലാം ചെയ്തുകൊണ്ട് എന്തോ പോലെ. അപ്പം ഈ വീഡിയോയിൽ ഒരു സിനിമാ നടൻ പെട്ടിട്ടുണ്ട്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് കണ്ടത്. എനിക്ക് അവരെ പേരെന്താണെന്ന് അറിയില്ല ഗൈസ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ചായയും കുടിക്കാട്ട് വയറാണെങ്കിൽ പൊരിഞ്ഞ് കരിയേന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് തലയിട്ട് ഒന്നും ചെയ്യാണ്ട് നല്ല വൃത്തി തോതിട്ടാകുമ്പോൾ പുറത്തേക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഉച്ചക്ക് ചോറുണ്ണേണ്ട സമയമായി. നേരെ ചോറുണ്ണാനാണ് പോയത്. അപ്പം ഇതാണ് തിരക്ക് എന്ന് പറയുന്നത്. ആൾക്കാരെല്ലാം ചൂടെടുത്തിട്ട് നിലത്ത് വരെ ഇരിക്കുകയെന്ന്. ആടെ നല്ല വലിയ ഫാനില്ലോണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആ ഭാഗത്ത് മാത്രം നല്ല തണുപ്പുണ്ടായിനി. ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വാ ചോറുണ്ണാലോ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്കാണെങ്കിൽ വിശന്ന് കുടൽ പൊരിഞ്ഞിട്ട് എന്നെ തിരിയുന്നില്ല. ഞാനിപ്പോൾ എവിടെയാന്ന് തന്നെ തിരിയുന്നില്ല. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓഫാക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ വേറെ ഒന്നും ചിന്തിക്കാണ്ട് നേരെ ചോറിനാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ചോറിനടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഫുഡ് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റ് ചെയ്യണം. കർണാടകക്കാരെ ഫുഡ് എനിക്ക് പറ്റിയതാണ്. കാരണം എനിക്കൊരു മധുരം ഇല്ല കറിയും ഇതെല്ലാം ഇഷ്ടം. അപ്പോൾ പായസം ഒരു വെറൈറ്റിയാണ്. പരിപ്പും അരിയെല്ലാം ഇട്ടിട്ട് വെല്ലെല്ലാം ഇട്ടിട്ടാക്കിയ പായസമാണ് അടിപൊളി. അത് കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ വിചാരിച്ച ഒരു പച്ചയും ചുവപ്പും വളം മണിക്കാലോ എന്ന് വെച്ചിട്ട് വളം മണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഇഷ്ടം കണക്ക് വളയുണ്ട്. ഒരു ഡസണിന് 40 രൂപയാണ് വില. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അടിപൊളി വളയാണ്. വേറൊന്നും മേടിച്ചിട്ടില്ല, വളയും മേടിച്ചിട്ടില്ലൂ. അപ്പം ഞാൻ വള ആടെ തന്നെ ഇടുമ്പം തന്നെ ഒന്നെന്നെ വീണ് അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒന്നും ചിന്തിച്ചിട്ടാ വേഗം റൂമിൽ വന്ന് ഒറ്റ കിടത്തം. പിന്നെ എണീറ്റത് വൈകുന്നേരമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിൽ പോയി തൂവല്ലാന്ന് ചെയ്തത്. ആ വീഡിയോ ഞാൻ വേറെ തന്നെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.